Hi friends, Viniz worldilekku ellarkum swagatham. Ee channel ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് തണ്ടൂരി ചിക്കൻ ആണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 15 കഷ്ണം ഉണ്ടാവും. ചെറിയ പീസസ് ആണ്. ഒരു 12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 മുറി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ എണ്ണ, 1 ടീസ്പൂൺ ബട്ടർ, ഒരു 1/4 കപ്പ് തൈര്. അത് അരിപ്പയിൽ ഒഴിച്ചു വെച്ചേക്കാണ്, വെള്ളം പോവാൻ വേണ്ടി. ആ കട്ട മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചിക്കനിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ 1/2 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരും. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കണ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനിത് വരഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. വലിയ കഷ്ണങ്ങൾ മാത്രം ഒന്ന് വരഞ്ഞു കൊടുക്കണം നല്ലതായിരിക്കും. നിങ്ങളൊരു കോഴീനെ 4ആക്കിയൊക്കെ മുറിക്കുകയാണെങ്കിൽ അതിനെന്തായാലും വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാല എല്ലായിടത്തേക്കും പിടിക്കുകയുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 12 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തൈരാണ്. 1/4 കപ്പ് തൈരാണ് എടുത്തേക്കണത്. അതൊരു അരിപ്പയിൽ എടുത്ത് വെച്ചിട്ട് അതിലുള്ള വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ആണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ വെള്ളമായി പോവും. തിക്ക് യോഗേർട്ടൊക്കെ ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തൈര് ഇട്ടുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാല ചിക്കനിൽ പിടിക്കാനായിട്ട് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഈ ഓരോ കഷ്ണം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഉള്ളൊന്നും വേകാതെ പെട്ടെന്ന് പുറം മാത്രം വെന്ത് വരും. ഇപ്പോൾ ഇത് ഒന്നായി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിനി ആകണ വരെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു ചിരട്ട കത്തിച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം കരി, 1-2 കഷ്ണം കരി എടുത്തിട്ട് അത് ഇതിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മോക്ക് വരണുണ്ടല്ലോ, ആ ഒരു സ്മോക്കിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യണത്. എന്നിട്ട് അടച്ചു വെച്ചു. ഉടനെ തന്നെ അടച്ചു വെക്കണം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ആ പുക ഒന്ന് തീരണ വരെ നമുക്കത് അടച്ചു തന്നെ വെച്ചുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമ്മളിത് എടുക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.